മലയാള സിനിമാ പ്രേമികൾ ഒന്നിറങ്ങാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ. ലൂസിഫർ നേടിയ വിജയം കൊണ്ട് തന്നെ എമ്പുരാന്റെ മേലും വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഇപ്പോഴത്തെ എമ്പുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. നാളെ മുതൽ 18 ദിവസങ്ങളിലായി 36 കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. പോസ്റ്റർ പങ്കുവച്ച് ടീം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ തിരക്കിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ. ചിത്രം ഐമാക്സിലും റിലീസിനെത്തുന്നു എന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകിയത്. ചിത്രം ഐമാക്സ് സ്ക്രീനുകളിൽ എത്തുകയാണെങ്കിൽ അത് കളക്ഷൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിലുണ്ടാകുമെന്ന സൂചനയാണ് ടീസർ നൽകിയത്. കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിലെ താരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തിയിരുന്നു. വിദേശ താരങ്ങൾ ഒട്ടനവധി ഉള്ള ഈ ചിത്രത്തിൽ സർപ്രൈസിംഗ് ആയ ചില ക്യാരക്ടറുകൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ആ താരങ്ങൾ ആരൊക്കെയാണെന്നുള്ള ആകാംക്ഷ നിലനിൽക്കുമ്പോഴാണ് അവർ താരങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഒരുങ്ങുന്നത്. 36 കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മളെ പരിചയപ്പെടുത്തിയത് ലൂസിഫർ എന്ന ചിത്രത്തിൽ എത്തിയ കഥാപാത്രങ്ങളെ ആയിരുന്നു. പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ഒക്കെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയുണ്ടായി. എന്നാൽ നമ്മൾ ഇനി കാണാത്ത ചില സർപ്രൈസിംഗ് കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊറിയൻ താരം റിക് യൂണിന്റെ പേരുകൾ അറിഞ്ഞിരുന്നു. റിക് യൂൺ കൂടാതെ ആൻഡ്രിയ പോലുള്ള വിദേശ താരങ്ങൾ ഈ ചിത്രത്തിൽ എന്നുണ്ട്. അവരുടെ ഏജൻസികളാണ് ഈ താരങ്ങളുടെ പേരുകൾ പുറത്തുവിട്ടത്. ആൻഡ്രിയ എന്ന കഥാപാത്രം നമ്മൾ ടീസറിൽ കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല കഥാപാത്രങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കുമ്പോൾ നേരത്തെ അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിന്ന കൊറിയൻ താരം ഡോൺലിയൊക്കെ നമ്മുടെ മുന്നിലേക്ക് അവതരിക്കുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകരിക്കുന്നത്. അങ്ങനെ വരാൻ സാധ്യത കുറവാണെങ്കിലും ചില സർപ്രൈസിംഗ് പേരുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നുണ്ട്. കാരണം പൃഥ്വിരാജിന്റെ വിഷ് ലിസ്റ്റിലുള്ള ചില താരങ്ങളൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ വിഷ് ലിസ്റ്റ് എന്താണെന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇരിക്കുന്നതും. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്നുള്ള സൂചന ടീസർ നൽകുമ്പോൾ അതിലെ വിദേശ താരങ്ങൾ അടക്കമുള്ളവരെ നമുക്ക് ക്യാരക്ടർ പോസ്റ്ററിലൂടെ പ്രതീക്ഷിക്കാം. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രഹാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയപ്പൻ, സായ് കുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. ഇവരുടെയൊക്കെ ക്യാരക്ടർ പോസ്റ്ററുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് എത്തും. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം. സുജിത് വാസ്ദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ്. എന്തായാലും ക്യാരക്ടർ പോസ്റ്റർ പോലും അവതരിപ്പിക്കുന്നത് പ്രത്യേക സ്റ്റൈലിലാണ് എന്ന് തന്നെ പറയാം. 36 ക്യാരക്ടർ പോസ്റ്ററുകൾ അവതരിപ്പിക്കാൻ പോകുമ്പോൾ അത് 18 ദിവസം കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും 2 ക്യാരക്ടർ പോസ്റ്ററുകൾ വെച്ചാണ് അവർ അവതരിപ്പിക്കാൻ പോകുന്നതും. അതും ഒരു വ്യത്യസ്തത. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിയായി. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 PM എന്ന രീതിയിലാണ് ക്യാരക്ടർ പോസ്റ്ററുകൾ അവതരിപ്പിക്കുന്നത്. എന്നും 2 ക്യാരക്ടറുകൾ അവതരിപ്പിച്ചുകൊണ്ട് അത് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാരക്ടർ പോസ്റ്ററുകൾ. 36 ക്യാരക്ടറുകളെ അവതരിപ്പിക്കാനുണ്ട്. ഈ 36 പേരും ഈ ചിത്രത്തിലെ ഇമ്പോർട്ടന്റ് താരങ്ങളാണ് എന്നതാണ് മറ്റൊരു കാര്യം. അപ്പോൾ വിദേശ താരങ്ങളും സ്വദേശ താരങ്ങളും അടക്കം ഞെട്ടിപ്പിക്കാനുള്ള എല്ലാ വകകളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് എമ്പുരാന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ വരാൻ പോകുന്നത്. ഇതിൽ തന്നെ മോഹൻലാലിന്റെ ഗംഭീര പോസ്റ്ററുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ അനൗൺസ്മെന്റ് പോസ്റ്ററിലും മോഹൻലാലിനെ കാണിച്ചിരിക്കുന്ന രീതിയും വളരെ മിസ്റ്റീരിയസ് ആയ സംഭവങ്ങളുമൊക്കെയാണ്. ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സീൻ തന്നെയാണ് പോസ്റ്ററിലും കാണിച്ചിരിക്കുന്നത് എന്നും പ്രേക്ഷകർ അനുമാനിക്കുന്നു. പിന്നെ അതേ പോസ്റ്ററിൽ എൽ എന്ന രീതിയിലുള്ള ഹിഡൻ ഡീറ്റെയിലൊക്കെ ഗംഭീരമായിരുന്നു.